നമസ്കാരം. ശാസ്ത്രലോകത്തെ പുതുവിശേഷങ്ങളിലേക്ക് സ്വാഗതം. ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന മുഖ്യ പ്രശ്നങ്ങളിലൊന്നാണ് ശുദ്ധജലത്തിന്റെ ദൗർലഭ്യം. ഭൂമിയുടെ 2/3 ഭാഗം വെള്ളമാണെന്നിരിക്കെ ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം കടൽ ജലം ഉപയോഗിക്കാൻ കഴിയാത്തതാണ്. സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലത്തെ വേർതിരിക്കാൻ കഴിയുന്ന സാങ്കേതികവിദ്യ ഇപ്പോഴും ലോകമെമ്പാടുമായി ശൈശവ ദിശയിലാണ്. എന്നാൽ അത്തരമൊരു പ്ലാന്റ് തൂത്തുക്കുടിയിൽ പ്രവർത്തനം ആരംഭിക്കുന്നു എന്നതായിരുന്നു പോയ വാരത്തിന്റെ ശ്രദ്ധേയമായ വാർത്ത. ഡീസലൈനൈസേഷൻ എന്ന പ്രവർത്തനമാണ് സമുദ്രജലത്തിൽ നിന്നും ശുദ്ധജലത്തെ വേർതിരിക്കാനായി ഉപയോഗിക്കുന്നത്. കടൽ ജലത്തിൽ നിന്നും ഉപ്പിന്റെ അംശത്തെ മാറ്റിയെടുക്കുക എന്നതാണ് ഡീസലൈനൈസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പല സാങ്കേതിക വിദ്യകളും ഇന്ന് ഇതിനായി ഉപയോഗിക്കുന്നുണ്ട്. ചെന്നൈ ആസ്ഥാനമായുള്ള നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യൻ ടെക്നോളജി എന്ന സ്ഥാപനം വികസിപ്പിച്ച സാങ്കേതിക വിദ്യയാണ് ഇവയിൽ ഏറ്റവും കാര്യക്ഷമതയുള്ളതായി കണ്ടെത്തപ്പെട്ടിട്ടുള്ളത്. ലോ പ്രഷർ തെർമൽ ഡീസലൈനൈസേഷൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. കടൽ ജലത്തെ തിളപ്പിച്ച് നീരാവിയാക്കി മാറ്റുകയും ആ നീരാവിയെ തണുപ്പിച്ച് ശുദ്ധജലമാക്കി മാറ്റുകയും ചെയ്യുന്നതാണ് ഈ പ്രവർത്തനം. വളരെ കുറഞ്ഞ മർദ്ദത്തിലാണ് തിളപ്പിക്കൽ നടത്തുന്നത്. അതിലൂടെ വെള്ളത്തിന്റെ തിളനില അഥവാ ബോയിലിംഗ് പോയിന്റ് വളരെയേറെ കുറയ്ക്കാനാവുന്നു. ഇങ്ങനെ സൃഷ്ടിക്കപ്പെടുന്ന നീരാവിയെ കുഴലുകളിലൂടെ കടത്തിവിട്ടതിനു ശേഷം ആ കുഴലുകളെ തണുത്ത ജലം ഉപയോഗിച്ച് നന്നായി തണുപ്പിക്കുന്നു. ഇതിലൂടെ നീരാവി തണുക്കുകയും ഘനീഭവിച്ച് ജലമായി മാറുകയും ചെയ്യുന്നു. കടലിന്റെ അടിയിൽ നിന്നും പമ്പ് ചെയ്യുന്ന തണുപ്പേറിയ ജലമാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. കവരത്തിയിലാണ് ഇത്തരത്തിലുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ഡീസലൈനൈസേഷൻ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്നത്. മിനിക്കോയിലും അഗത്തിയിലും ചെന്നൈയിലും ഇന്ന് ഇത്തരം പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നു. ഇതേ മാതൃകയിലുള്ള പുതിയൊരെണ്ണമാണ് ഇപ്പോൾ തൂത്തുക്കുടിയിൽ സ്ഥാപിക്കപ്പെടുന്നത്. പ്രതിദിനം 2 ദശലക്ഷം ലിറ്ററാണ് തൂത്തുക്കുടി ഡീസലൈനൈസേഷൻ പ്ലാന്റിന്റെ ഉൽപാദനശേഷി. ഭൂമിയിൽ ഇന്നുവരെ ജീവിച്ചിരുന്നവയിൽ വെച്ച് ഏറ്റവും വലിപ്പമാർന്ന മുതലയെ ഗവേഷകർ തിരിച്ചറിഞ്ഞത് പോയ വാരത്തിലായിരുന്നു. 4 പേർ ചേർന്ന് പിടിച്ചാൽ പോലും ഉയർത്താൻ കഴിയാത്ത തരത്തിൽ ഭാരമുള്ളതായിരുന്നു ഇതിന്റെ തലയോട്ടി പോലും. മൊത്തം നീളം 8 മീറ്റർ, അതായത് 27 അടിയോളം. മുതലകളെ മൽപ്പിടുത്തത്തിലൂടെ തോൽപ്പിക്കുന്നതിലൂടെ പേരെടുത്തിരുന്ന സ്റ്റീവ് ഇർവിന്റെ നിലവിലുള്ള സാഹസികതാ റെക്കോർഡുകളെയെല്ലാം കാറ്റിൽ പറത്തുന്നതാണ് വലിപ്പത്തിന്റെ കാര്യത്തിൽ പുതിയ മുതല ഫോസിൽ. മുതലകൾക്കിടയിലെ ഭീമാകാരനായി അറിയപ്പെടുന്ന സാൾട്ട് വാട്ടർ ക്രോക്കഡൈലുമായാണ് സ്റ്റീവ് ഇർവിൻ മിക്കവാറും മൽപ്പിടുത്തം നടത്തിയിരുന്നത്. ഇവയ്ക്കിടയിലെ ഏറ്റവും വലിയ റെക്കോർഡിനുടമയ്ക്ക് പോലും 6 മീറ്റർ നീളമേയുള്ളൂ. മൊത്തം ഭാരം ഏകദേശം 1000 കിലോഗ്രാമിനടുത്തു. എന്നാൽ പുതുതായി കണ്ടെടുത്ത മുതല ഫോസിലിന്റെ നീളം ഇതിൽ നിന്നും 2 മീറ്റർ കൂടുതലാണ്, 8 മീറ്റർ. ഏറ്റവും കുറഞ്ഞ നീളമായി കണ്ടെത്തപ്പെട്ടതുപോലും 7.5 മീറ്ററാണ്. ഏകദേശം 2 ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഇവ ഒരുപക്ഷെ മനുഷ്യരെയും ആഹാരമാക്കിയിരിക്കാമെന്ന് ഗവേഷകർ പറയുന്നു. വടക്കൻ കെനിയയിലെ ടുർക്കാന തടാകക്കരയിൽ നിന്നുമാണ് ഗവേഷകർക്ക് ഇതിനെ ലഭിച്ചത്. ഇതുവരെയും നെയ്റോബിയിലെ നാഷണൽ മ്യൂസിയം ഓഫ് കെനിയയിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ ഫോസിൽ. ഇയോവ സർവകലാശാലയിലെ പ്രൊഫസറായ ക്രിസ്റ്റഫർ ബ്രോച്ചുവാണ് ഇതിനെ ഏറ്റവും വലിയ മുതല ഫോസിലായി തിരിച്ചറിഞ്ഞത്. ഒരു മനുഷ്യനെ മുഴുവനായി വിഴുങ്ങുവാൻ തക്കവണ്ണമുള്ള വലിപ്പമുള്ളവയായിരുന്നു ഇവയെന്നാണ് പ്രൊഫസർ ക്രിസ്റ്റഫർ ബ്രോച്ചു പറയുന്നത്. ക്രോക്കഡലൈസ് തോർബജാർ നാർസോണി എന്ന് പേരിട്ടിരിക്കുന്ന മുതല ഫോസിലിനെ കുറിച്ചുള്ള ഗവേഷണ പഠനം ജേണൽ ഓഫ് വെർട്ടിബ്രേറ്റ് പാലിയന്റോളജിയിലാണ് പ്രസിദ്ധീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഈ ന്യൂസ് ഫീച്ചറിലേക്ക് ശാസ്ത്രസത്യങ്ങളെക്കാൾ അന്ധവിശ്വാസങ്ങൾക്ക് പുറകെ പോകാനാണല്ലോ ഇന്നത്തെ സമൂഹത്തിന് താല്പര്യം. അതിനുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണമായിരുന്നു 2012 ഡിസംബറോടെ ലോകം അവസാനിക്കും എന്നുള്ളത്. BC 5-ാം നൂറ്റാണ്ടിൽ നിന്നുള്ള മായൻ കലണ്ടറിൽ അങ്ങനെ പറയുന്നുണ്ടെന്നായിരുന്നു പ്രചാരണം. എന്നാൽ യഥാർത്ഥത്തിലുള്ള മായൻ കലണ്ടറിൽ അങ്ങനെയൊരു സൂചനയേയില്ല എന്നാണ് പുതിയൊരു കണ്ടെത്തൽ പറയുന്നത്. ലോകത്തിലെ എല്ലാ കലണ്ടറുകളും വർഷങ്ങളെ 1 മുതൽ എണ്ണിത്തുടങ്ങിയപ്പോൾ അതിനു മുൻപായി 0 എന്നൊരു കാലത്തെ സങ്കല്പിച്ചു എന്നതാണ് മായൻ സംസ്കൃതിക്കാർ നിർമ്മിച്ച കലണ്ടറിന്റെ പ്രത്യേകത. ഇന്നുള്ള ലോകത്തിനു മുൻപായി 3 ലോകങ്ങൾ നിലനിന്നിരുന്നുവെന്നും 3-ാം ലോകം അവസാനിച്ചതിന് ശേഷമാണ് ഇന്നത്തെ 4-ാം ലോകം ഉണ്ടായി വന്നതെന്നും അവർ വിശ്വസിച്ചതാണ് ഇങ്ങനെയൊരു കലണ്ടർ നിർമ്മിക്കപ്പെടാൻ കാരണം. 3-ാം ലോകം അവസാനിച്ച വർഷത്തെ 0 കരുതി 4-ാം ലോകത്തിലെ ആദ്യ വർഷത്തെ 1 എന്ന് കണക്കാക്കിയാണ് മായൻകാർ കലണ്ടർ നിർമ്മിച്ചത്. 5125 വർഷം കഴിഞ്ഞാണ് മായൻകാരുടെ 3-ാം ലോകം അവസാനിച്ചത്. അതുകൊണ്ട്
അതുപോലെ മായൻകാരുടെ 4ാം ലോക കലണ്ടറും അവസാനിക്കുമെന്ന് ചിലർ പറഞ്ഞു പരത്തി. ഇതിനായി ഒരു തീയതിയും അവർ തന്നെ നിശ്ചയിച്ചു: 2012 ഡിസംബർ 21. ഈ 2 ധാരണയും തെറ്റാണെന്ന് അസന്നിഗ്ധമായി തെളിയിക്കുന്നതാണ് ഗോട്ടിമാലയിലെ കൊടും കാടുകളിൽ നിന്നും കണ്ടെടുക്കപ്പെട്ട യഥാർത്ഥ മായൻ കലണ്ടറുകളെന്ന് ഗവേഷകർ പറയുന്നു. ഇവിടെയുള്ള ഒരു വീടിന്റെ ചുമരിൽ വരച്ച തരത്തിലായിരുന്നു കലണ്ടർ കണ്ടെത്തിയത്. ഇതനുസരിച്ച് 7000 വർഷത്തോളം ഇന്നത്തെ ലോകം ഇനിയും ഇതുപോലെ തന്നെ തുടരും. അതിനുശേഷവും അവസാനിക്കുന്നതായല്ല, ഒരു ചക്രം പൂർത്തിയാക്കുന്നതായാണ് 9ാം നൂറ്റാണ്ടിൽ നിന്നുള്ള കലണ്ടർ വെളിപ്പെടുത്തുന്നത്. 2012 അവസാനത്തോടെ നിബിരു എന്ന് പേരിട്ടിരിക്കുന്ന ഒരു ഗ്രഹം ഭൂമിയിൽ വന്നിടിക്കുമെന്നും അതോടെ ഭൂമിയിലെ സർവ്വചരാചരങ്ങളും നശിക്കുമെന്നുമുള്ള പ്രവചനത്തിനും ഇതോടെ പ്രസക്തി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഇനി ന്യൂസ് സ്പെഷ്യൽ. പ്രകൃതിയുടെ ഭീകരതകളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നതാണ് അഗ്നിപർവ്വതങ്ങൾ. അഗ്നിപർവ്വത സ്ഫോടനവും അനുബന്ധമായി ഉണ്ടാകുന്ന ഭൂമികുലുക്കവും സുനാമിയും ചിലപ്പോൾ 10,000-കണക്കിന് മനുഷ്യരുടെ ജീവഹാനിക്ക് കാരണമാവാറുണ്ട്. ദൂരെ നിന്ന് നോക്കുകയല്ലാതെ അഗ്നിപർവ്വതങ്ങൾക്ക് അടുത്തുപോകാൻ ആരും ധൈര്യപ്പെടാറില്ല. എന്നാൽ അങ്ങനെ ധൈര്യപ്പെടുന്നവർക്ക് ഇതാ ഒരു സുവർണാവസരം. അഗ്നിപർവ്വതത്തിന്റെ അകത്തളങ്ങൾ ചുറ്റി നടന്നു കാണാൻ വിനോദസഞ്ചാരികളെ ക്ഷണിച്ചിരിക്കുകയാണ് ഐസ്ലൻഡ് എന്ന രാജ്യം. ലോകത്തിലെ വോൾക്കാനിക് ഹോട്ട്സ്പോട്ടുകളിലൊന്നായി പേരുകേട്ടതാണ് ഐസ്ലൻഡിനെ ഉൾക്കൊള്ളുന്ന മിഡ് അറ്റ്ലാന്റിക് റിച്ച് മേഖല. 3 വർഷത്തിന്റെ ഇടവേളകളിൽ സാധാരണയായി ഇവിടം അതിശക്തമായ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾക്ക് വിധേയമാവാറുണ്ട്. ഇത്തരത്തിൽ പ്രശസ്തമായ ഒന്നാണ് ഐസ്ലൻഡിലെ ബ്ലാഫ്ജോൾ പർവ്വതനിര. ഇവിടെയുള്ള ഒരു അഗ്നിപർവ്വതത്തിന്റെ ഉൾവശം നടന്നു കാണാനാണ് ഇപ്പോൾ വിനോദസഞ്ചാരികളെ ക്ഷണിച്ചിരിക്കുന്നത്. അഗ്നിപർവ്വതത്തിന്റെ പേര് ഐസ്ലൻഡ് ഭാഷയിലായതിനാൽ പറയാൻ അല്പം പ്രയാസമാണ്: ത്രിഹ്നു കാഗിഗുർ. എന്നാൽ പേരു പറയുന്നതിന്റെ ഈ പ്രയാസം പോലുമില്ലാത്തതാണ് അഗ്നിപർവ്വതത്തിലേക്കുള്ള വിനോദസഞ്ചാരമെന്നാണ് ഇതിനായുള്ള ടൂർ കമ്പനി പറയുന്നത്. ഐസ്ലൻഡിന്റെ തലസ്ഥാനത്തു നിന്നും 20 കിലോമീറ്റർ യാത്ര ചെയ്താൽ ബ്ലാഫ്ജോൾ കൺട്രി പാർക്കിലെത്തും. അവിടെ നിന്നും രാവിലെ 8 മണി മുതൽ 2 മണിക്കൂർ ഇടവേളകളിൽ അഗ്നിപർവ്വതത്തിലേക്കുള്ള ടൂറിസ്റ്റ് സംഘങ്ങൾ യാത്ര തിരിക്കും. ലാവ ഒഴുകിപ്പരന്ന് തണുത്തുറഞ്ഞുകിടക്കുന്ന പാതകളിലൂടെ കാൽനടയായിട്ടായിരിക്കും സഞ്ചാരം. 1 മണിക്കൂറിനുള്ളിൽ 3 മുനമ്പുകളുമായി നിൽക്കുന്ന അഗ്നിപർവ്വതത്തിന് മുന്നിലെത്താം. സമനിരപ്പിൽ നിന്നും 35 മീറ്റർ ഉയരത്തിൽ ഉള്ള ഇതിലെ ഒരു മുനമ്പിന് നടുവിലായാണ് അഗ്നിപർവ്വതത്തിന്റെ ഉള്ളിലേക്കുള്ള കവാടം. അകത്തേക്ക് പോകുന്തോറും വീതി കുറഞ്ഞു വരുന്ന ഒരു ഗുഹ പോലെ തോന്നിക്കുന്ന ഈ കവാടം നേരെ തുറക്കുന്നത് മാഗ്മ ചേംബറിലേക്കാണ്. അഗ്നിപർവ്വതം പൊട്ടുമ്പോൾ ഇവിടെ നിന്നാണ് ലാവ പ്രവഹിക്കുന്നത്. എന്നാൽ ഇപ്പോഴിവിടം തണുത്തുകിടക്കുകയാണ്. 50 ചതുരശ്ര മീറ്ററോളം വിസ്താരമുള്ള മാഗ്മ ചേംബറിന് 120 മീറ്ററോളം ആഴമുണ്ട്. ഇവിടെ നിന്നും തെക്കു പടിഞ്ഞാറ് ദിശയിൽ നീണ്ടുപോകുന്ന ഒരു തുരങ്കത്തിലൂടെ 200 മീറ്ററോളം സാഹസിക യാത്ര നടത്താനും സൗകര്യമുണ്ട്. ഈ വരുന്ന ജൂൺ 15 മുതൽ ജൂലൈ 31 വരെയാണ് ടൂർ സീസണായി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിനായി സന്ദർശിക്കാവുന്ന വെബ്സൈറ്റ് www.insidethevulcano.com. ഈ ആഴ്ചത്തെ ശാസ്ത്രലോകം പോയ വാരം ഇവിടെ അവസാനിക്കുന്നു. ശാസ്ത്രലോകത്തെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായി വിക്ടേഴ്സിൽ വീണ്ടും അടുത്ത ആഴ്ച. നമസ്കാരം.